വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈൻ അവധിക്കാല ക്ലാസ്സുകൾ 2025 ഏപ്രിൽ 2 ആരംഭിക്കുകയാണ്. LKG UKG റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ ബേസിക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ടാവും. ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമർ ക്ലാസ്സസ്, കുട്ടികൾക്ക് എക്സാം സ്വന്തമായിട്ട് എഴുതാനായിട്ട് ഗ്രാമർ പഠിപ്പിക്കുന്ന ക്ലാസ്സസ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ടാവും. മാത്സിൻ്റെ ബേസിക് ക്ലാസ്സസ് ഉണ്ടാകും. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന 1ാം ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാകും. അതുപോലെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ട്യൂഷനും ഉണ്ടാവും. വർക്ക്ഷീറ്റ്സും കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാർച്ച് മാസം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിൽ അഡ്മിഷൻ മാർച്ച് മാസം എടുക്കാവുന്നതാണ്. ഏപ്രിൽ 2 ക്ലാസ് സ്റ്റാർട്ട് ആവുക. സൂമിൽ ലൈവായിട്ടും ക്ലാസ് വരുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഓക്കെ, ഇംഗ്ലീഷിൽ അടുത്ത യൂണിറ്റിലേക്ക് പോകാം. യൂണിറ്റ് 5. ഹൂ ഈസ് അവർ നെയ്ബർ? ഹൂ ഈസ് ആരാണ്? അവർ നമ്മുടെ, നെയ്ബർ എന്ന് പറഞ്ഞാൽ എന്താ? അയൽക്കാരൻ. ഹൂ ഈസ് അവർ നെയ്ബർ? ആരാണ് നമ്മുടെ അയൽക്കാരൻ? നെയ്ബർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അയൽക്കാരൻ, നമ്മുടെ അടുത്ത് താമസിക്കുന്നവരാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നതാണ് നെയ്ബർ. ഓക്കെ, ആരാണ് നമ്മുടെ അയൽക്കാരൻ? അപ്പോൾ ഇത് വായിക്കാൻ മനസ്സിലായല്ലോ. ഹൂ ഈസ് അവർ നെയ്ബർ? ഹൂ ഈസ് അവർ നെയ്ബർ? ആരാണ് നമ്മുടെ അയൽക്കാരൻ? ഇപ്പോൾ യൂണിറ്റ് 5 സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണോ? ഓക്കെ, യൂണിറ്റ് 5ൽ ഹൂ ഈസ് അവർ നെയ്ബർ ആരാണെന്ന് നോക്കിയാലോ. നമ്മുടെ അയൽക്കാരൻ ആരാണെന്ന് നോക്കിയാലോ. നോക്കാം അല്ലേ? നോക്കി, ഇവിടെ 2 കുട്ടികളെ കാണുന്നുണ്ടോ? 2 കുട്ടികളുണ്ട്. എ ബോയ് ആൻഡ് എ ഗേൾ. ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. എ ബോയ് ആൻഡ് എ ഗേൾ. ബോയ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, ഗേൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. ഓക്കെ, ഇവരുടെ പേരറിയാവോ? ഇതാണ് സാം. ഇതാരാ? സാം. പെൺകുട്ടിയുടെ പേരെന്താണെന്ന് അറിയാവോ? ലിസി. ആൺകുട്ടിയുടെ പേര് സാം എന്നാണ്, പെൺകുട്ടിയുടെ പേര് ലിസി എന്നാണ്. സാം, ലിസി. ഓക്കെ, ഇവരുടെ പേര് പഠിച്ചല്ലോ. അപ്പോൾ സാമിൻ്റെയും ലിസിയുടെയും ഹൂ ഈസ് അവർ നെയ്ബർ എന്ന സ്റ്റോറി നമുക്ക് പഠിക്കാം. എന്താണ് നോക്കാവേ. ഇവിടെ നോക്കി, ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ടോ? ലിസി ഉണ്ട്, സാം ഉണ്ട്. അവർ പുറത്തേക്ക് നോക്കുവാണ്. ഇവിടെ ഒരു വെഹിക്കിൾ ഉണ്ട് കേട്ടോ, ഒരു വാഹനമുണ്ട്. വാഹനത്തിൽ നിന്നും എന്തൊക്കെയോ സാധനങ്ങൾ ഇറക്കുകയാണ്. അതും നോക്കി അവർ നിൽക്കുകയാണ്. അത് നോക്കിക്കൊണ്ട് അവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലിസി, ലുക്ക്, someone new is moving next door. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ലിസി, ലുക്ക്, നോക്കൂ. someone new, പുതിയ ആരോ, ഈസ് മൂവിങ് നെക്സ്റ്റ് ഡോർ, നമ്മുടെ വീടിൻ്റെ അടുത്ത് ആരോ വരുന്നുണ്ട്. ആരോ പുതുതായി താമസിക്കാൻ വരുന്നുണ്ട്. അടുത്ത് പുതിയ ആരോ താമസം വരുന്നു. നമ്മുടെ വീടിനടുത്ത് മറ്റൊരാൾ വന്ന് താമസിക്കത്തില്ലേ, അതാ പറയുന്നത് കേട്ടോ. ലിസി, ലുക്ക്, ലിസി, നോക്കൂ. someone new is moving next door, നമ്മുടെ വീടിൻ്റെ അടുത്ത് പുതിയ ആരോ താമസം വരുന്നുണ്ട്. സാം said to his sister. സാം ആരോട് പറയാണ്? അവൻ്റെ സഹോദരിയോട് പറഞ്ഞു. ലിസി, ലുക്ക്, someone new is moving next door. ലിസി, നോക്കൂ, നമ്മുടെ വീടിനടുത്ത് പുതിയ ആരോ താമസം വരുന്നു. സാം said to his sister. സാം പറഞ്ഞു. ആരോടാ? to his sister, അവൻ്റെ സഹോദരിയോട്. How do you know that? അത് നിനക്ക് എങ്ങനെ അറിയാം? How do you know that? അപ്പോൾ അത് നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുന്നത് എങ്ങനെയാ? How do you know that? അത് നിനക്ക് എങ്ങനെ അറിയാം? ലിസി
ആസ്ക്ഡ്. ലിസി ചോദിച്ചു. അപ്പൊ ലിസി എന്താ ചോദിച്ചേ? ഹൗ ഡു യു നോ ദാറ്റ്? അത് നിനക്ക് എങ്ങനെ അറിയാം? ഹൗ ഡു യു നോ ദാറ്റ്? അത് നിനക്ക് എങ്ങനെ അറിയാം? ലിസി ആസ്ക്ഡ്. ലിസി ചോദിച്ചു. സീ, നോക്കൂ, അതാ, there is a lorry in front of that house. അതാ ആ വീടിന്റെ മുന്നിൽ ഒരു ലോറി. See, there is a lorry. See, there is a lorry in front of that house. See, നോക്കൂ, there is a lorry. അവിടെ ഒരു ലോറി ഉണ്ട്. In front of that house. ആ വീടിന്റെ മുൻപിൽ ഒരു ലോറി ഉണ്ട് എന്ന് പറയാണ്. നോക്കിയാലോ, ലിസി, സാം അവരുടെ വീടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ദാ അടുത്ത വീടാണ് കേട്ടോ. ആ വീടിന്റെ മുന്നിൽ ഒരു ലോറി വന്ന് നിൽപ്പുണ്ട്. ലോറിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നുണ്ട് അല്ലേ? സാം പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അത് കണ്ടിട്ട്, ഈ ലോറിയിൽ സാധനങ്ങൾ ഇറക്കുന്നത് കണ്ടിട്ട് സാം ലിസിയോട് പറയാണ്, നമ്മുടെ വീടിനടുത്ത് പുതിയ ആരോ താമസം വരുന്നുണ്ട്. someone new is moving next door. നമ്മുടെ വീടിനടുത്ത് പുതിയ താമസം വരുന്നുണ്ട്. സാം said to his sister. സാം സിസ്റ്ററിനോട് പറഞ്ഞു. അപ്പോൾ ലിസി എന്താ ചോദിച്ചേ? ഹൗ ഡു യു നോ ദാറ്റ്? നിനക്ക് എങ്ങനെ അറിയാം? സീ, നോക്കൂ, there is a lorry. There is a lorry. അവിടെ ഒരു ലോറി ഉണ്ട്. in front of that house. ആ വീടിന്റെ മുന്നിൽ ഒരു ലോറി ഉണ്ട്. അതുകൊണ്ട് അവിടെ സാധനങ്ങൾ ഇറക്കുവാണ്. അവിടെ പുതിയ ആരോ താമസം വന്നിട്ടുണ്ട് എന്ന് സാം ലിസിയോട് പറയുകയാണ്. ഓക്കെ, അടുത്ത എന്താണെന്ന് നോക്കാം. അവർ സംസാരിക്കുകയാണ് കേട്ടോ. ലിസിയും സാമും സംസാരിക്കുകയാണ്. വീടിന് പുറത്ത് അടുത്ത വീടിന്റെ മുന്നിൽ ലോറി നിൽപ്പുണ്ട്. ലോറിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. കണ്ടോ, ഈ ചിത്രത്തിൽ കണ്ടായിരുന്നോ? അടുത്ത് എന്താ സംഭവിച്ചത് നോക്കാം. ഹൂ ആർ ദേ? അവർ ആരാണ്? ലിസി ആസ്ക്ഡ്. അപ്പൊ ലിസി ചോദിച്ചു. എന്താ ചോദിച്ചേ? ഹൂ ആർ ദേ? അവർ ആരാണ്? അപ്പൊ ചോദിച്ചു എന്നതിന് എന്താ പറയാ? ആസ്ക്ഡ്. പറഞ്ഞു എന്നതിന് എന്താ പറയാ? സെഡ്. സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ആസ്ക്ഡ് ചോദിച്ചു. ഓക്കെ, ഹൂ ആർ ദേ? അവർ ആരാണ്? ലിസി ആസ്ക്ഡ്. ലിസി ചോദിച്ചു, ഹൂ ആർ ദേ? അവർ ആരാണ്? അപ്പോൾ സാം പറഞ്ഞു, സാമിന് അറിയോ? ഇല്ല. അപ്പോൾ സാം എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഹൂ ആർ ദേ? അവർ ആരാണ്? ലിസി ആസ്ക്ഡ്. ലിസി ചോദിച്ചു. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ബട്ട്, പക്ഷേ, ഐ റിയലി ഹോപ്പ്, എനിക്ക് ഒരു കാര്യം അറിയാം, ഒരു പ്രതീക്ഷയുണ്ട്. എന്താ? ഐ റിയലി ഹോപ്പ്, ഞാൻ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നു. ദേ ഹാവ് എ ബോയ് ഓഫ് മൈ ഏജ്. എൻ്റെ പ്രായമുള്ള, എൻ്റെ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടി അവിടെ ഉണ്ടെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. ഉറപ്പായിട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്താ പ്രതീക്ഷിക്കുന്നത്? ആരാണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ, അവർ ആരാണെന്ന് എനിക്കറിയില്ല. ബട്ട്, പക്ഷേ, ഐ റിയലി, ഞാൻ ഉറപ്പായിട്ടും, ഐ റിയലി ഹോപ്പ്, ഞാൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു. ദേ ഹാവ്, അവിടെ, എ ബോയ് ഓഫ് മൈ ഏജ്, എൻ്റെ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടി ഉണ്ടാവും. സാം സെഡ് ഈഗർലി. സാം ആകാംക്ഷയോടെ പറഞ്ഞു. സാം സെഡ് ഈഗർലി. ഈഗർലി എന്ന് പറഞ്ഞാൽ ആകാംക്ഷയോടെ, എൻ്റെ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടി ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓർ മേ ബി എ ഗേൾ ലൈക്ക് മീ, ലിസി സെഡ്. അപ്പോൾ ലിസി പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു പെൺകുട്ടിയായിരിക്കാം. ഓർ അല്ലെങ്കിൽ മേ ബി, ചിലപ്പോൾ, എ ഗേൾ ലൈക്ക് മീ, എന്നെ പോലെ ഒരു പെൺകുട്ടിയായിരിക്കാം എന്ന് ആരാ പറഞ്ഞേ? ലിസി സെഡ്. ലിസി പറഞ്ഞു. The two children looked out of the window. രണ്ട് കുട്ടികളും ജനലിലൂടെ പുറത്തേക്ക് നോക്കി. Looked, നോക്കി. The two children, രണ്ട് കുട്ടികളും, looked, നോക്കി, out of the window, വിൻഡോയുടെ പുറത്തേക്ക് നോക്കി, ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ആരൊക്കെയുണ്ട്? സാം ഉണ്ട്, ലിസി ഉണ്ട്. സാമും ലിസിയും വീടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ തൊട്ടു മുന്നിലുള്ള വീട്ടിൽ ആരോ പുതുതായിട്ട് താമസം വരുന്നുണ്ടെന്ന് സാം ലിസിയോട് പറയുകയാണ്. someone new is moving next door. അപ്പോൾ അത് എങ്ങനെ അറിയാമെന്ന് ആര് ചോദിച്ചു? ഹൗ ഡു യു നോ ദാറ്റ്? അത് നിനക്ക് എങ്ങനെ അറിയാം? ലിസി ചോദിച്ചു. അപ്പോൾ സാം പറഞ്ഞു, സീ, there is a lorry in front of that house. ആ വീടിന്റെ മുന്നിൽ ഒരു ലോറി കിടപ്പുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവർ സംസാരിക്കുകയാണ്. ഹു ആർ ദേ? അവർ ആരാണ്? ലിസി ചോദിച്ചു. അപ്പോൾ സാം എന്ത് പറഞ്ഞു? ഐ ഡോണ്ട് നോ, എനിക്ക് അറിയില്ല.
പക്ഷേ ഐ റിയലി ഹോപ്പ്, എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ദേ ഹാവ് എ ബോയ് ഓഫ് മൈ ഏജ്, എൻ്റെ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടി അവിടെ ഉണ്ടാകും. സാം സെഡ് ഈഗർലി, സാം ആകാംക്ഷയോടെ പറയാണ്. അപ്പോൾ ലിസി എന്ത് പറഞ്ഞു? ഓഡ്, അല്ലെങ്കിൽ മേ ബി എ ഗേൾ ലൈക്ക് മീ, എന്നെ പോലെ ഒരു പെൺകുട്ടി ആയിരിക്കാം, ലിസി പറഞ്ഞു. ദ ടു ചിൽഡ്രൻ, രണ്ട് കുട്ടികളും ലുക്ഡ്, നോക്കി, ഔട്ട് ഓഫ് ദ വിൻഡോ, ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ നല്ലതുപോലെ ഇത്രയും വായിച്ചു നോക്കുക. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ടീച്ചർ ബാക്കി ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.